വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി നിലമ്പൂർ ചാലിയാർ പുഴയിൽ തിരച്ചിൽ തുടരുന്നു. ഇതുവരെ 74 മൃതദേഹങ്ങളും 134 ശരീരഭാഗങ്ങളും ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്തി. ഞായറാഴ്ചയും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തി. ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ എണ്ണം കൂടുതലുള്ളതിനാൽ തിരച്ചിൽ ഊർജിതമാക്കാനാണ് തീരുമാനം. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ്. വിവിധ സേനകൾ, സന്നദ്ധ പ്രവർത്തകർ, യുവസംഘടനകളുടെ പ്രവർത്തകർ, ആദിവാസികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരെല്ലാം ചേർന്നാണ് ചാലിയാർ പുഴയിൽ തിരച്ചിൽ തുടർന്നത്. മുണ്ടേരി വനമേഖല, പോത്തുകൽ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ജനപ്രതിനിധികളും രംഗത്തുണ്ട്. 5 ദിവസങ്ങളിലായി നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും എണ്ണം 200 കടന്നു. ഇതുവരെ 74 മൃതദേഹങ്ങളും 134 ശരീരഭാഗങ്ങളുമാണ് ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെത്തിയത്. ഞായറാഴ്ച ഒരു മൃതദേഹവും 2 ശരീരഭാഗവും കണ്ടെത്തി. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ഉരുൾപൊട്ടലിൽപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും 202 പോസ്റ്റ്മോർട്ടമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയാക്കിയത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങളെല്ലാം വയനാട് മേപ്പാടിയിലേക്ക് കൊണ്ടുപോയി. ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ സംഖ്യ കൂടുതലാണ്. ഇതിനാൽ ചാലിയാർ പുഴയിൽ തിരച്ചിൽ ഊർജിതമാക്കി തുടരാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.